നമുക്കിന്ന് ക്രിസ്മസ് എഡിഷൻ കിൻഡർ ജോയ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ ഫൺ ബാഗ് എന്നും പറയാം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലൊരു പേപ്പർ പീസിൽ കിൻഡർ ജോയ് ഡിസൈൻ വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 5 പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലൊരു പീസിൽ നമ്മൾ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ക്രിസ്മസ് എഡിഷൻ ആയതുകൊണ്ട് ഞാൻ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തത്. നിങ്ങൾ എന്ത് തീമാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഡിസൈൻസ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള 2 നീളത്തിലുള്ള 2 പേപ്പർ പീസാണ്. അത് വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി പിടിച്ച് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ട് വീഡിയോ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പേപ്പർ യൂസ് ചെയ്താണ് നമ്മൾ ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 5 പീസസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കിട്ടും. ഇനി ആ പേപ്പറിന് നമ്മൾ ആ കട്ട് ചെയ്ത 2 ഏരിയയിലും ഇതുപോലെ മേലേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഗ്ലൂ തേച്ച് ഒട്ടിക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ആ നേരത്തെ എടുത്തു വെച്ച പേപ്പർ പീസിലൊന്ന് ഗ്ലൂ തേച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒട്ടിച്ചെടുത്ത ആ പേപ്പറിൻ്റെ മേലെ ഇതുപോലെ അടുത്ത പീസ് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചെടുത്തതും ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടും നമുക്ക്. ഇനി നമ്മൾ ചോക്ലേറ്റ് വെക്കാൻ പോവാണ്. അപ്പോൾ ചോക്ലേറ്റിന് വേണ്ടി ഞാനിവിടെ കാർഡ്ബോർഡ് പീസ് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് വൈറ്റ് പേപ്പർ പീസും റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കളർ ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഡബിൾ ടേപ്പിൽ ഒരു ഇത്തിരി ഡബിൾ ടേപ്പ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ഏരിയയിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ചോക്ലേറ്റിന് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഡബിൾ ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു ഗ്ലൂ ഒന്ന് ഡോട്ട് പോലെ ഇട്ട് കൊടുത്ത് ഒട്ടിച്ചാലും മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത പീസും അതിൻ്റെ മേലെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. ഞാൻ ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ട് വീഡിയോ കാണുന്ന പോലെ 3 ഡോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ എളുപ്പത്തിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഗിഫ്റ്റ് ഹൈഡ് ചെയ്യാനുള്ള സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ച ആ ഒരു ഫ്രണ്ട് ഏരിയ ഇതുപോലെ ഒന്ന് നേരെ കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു പേപ്പർ പീസ് ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലാട്ടോ നമ്മൾ ഗിഫ്റ്റ് വെക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റിനായിട്ട് ഞാനിവിടെ ഒരു കുട്ടി ക്യൂട്ട് സാന്റാക്ലോസ് കുഷിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഒന്ന് വരച്ചെടുത്ത് 2ആക്കി മടക്കി നമ്മൾ നോർമലി സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒരു ഇത്തിരി വൈറ്റ് സ്പേസ് വിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടും. അതിൻ്റെ മേലെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പേപ്പർ കുഷി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഓൾറെഡി കുറേ പ്രാവശ്യം ഇട്ടതാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ 2ാമത്തെ പീസും അതിൻ്റെ നേരെ ബാക്കിലേക്ക് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു സെല്ലോ ടേപ്പ് ഇത്തിരി ഗ്യാപ്പ് ഇട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ കാണുന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ 2ാമത്തെ പീസിലേക്ക് ഇതുപോലെ ബാക്കിയിലേക്ക് ഒന്ന് മടക്കി കൊടുത്താൽ അത് അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. പിന്നെ ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കും. ഒരിത്തിരി ഗ്യാപ്പ് മുകളിൽ വിടണം കേട്ടോ. നമുക്ക് കോട്ടണോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സ്പോഞ്ച് ഐറ്റംസ് ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒരു സ്പോഞ്ച് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഗ്യാപ്പിലൂടെ ഇട്ട് അതിൻ്റെ ഫുൾ ഏരിയ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വിട്ടുന്ന ഹോൾ കൂടി സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ നമ്മുടെ കുഷി കൂടി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലാസ്റ്റ് പീസും കൂടെ അതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതും ഡോട്ട് നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കണം, നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് 2 സെക്ഷനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സെക്ഷനും കൂടി ഇതുപോലെ ഒന്ന് പിടിച്ച് അതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെല്ലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ കിട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ കിൻഡർ ജോയ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കവർ ബോർഡ് റെഡിയാക്കണം. അപ്പോൾ കവറിന് വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് കിൻഡർ ജോയുടെ തന്നെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ട് കവറിലും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ തന്നെയാട്ടോ വരച്ചു കൊടുത്തത്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ കിൻഡർ ജോയിനെ അതിൻ്റെ ഉള്ളിലാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ പേപ്പർ കൊണ്ട് ഒന്നിച്ച് വെച്ച് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് അത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പേപ്പർ കുഷി ഉണ്ടാക്കിയ ആ സെയിം മെത്തേഡിൽ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് ബാക്കിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വിട്ട ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ കിൻഡർ ജോയ് ഇട്ട് ആ ഒരു ഗ്യാപ്പ് കൂടി സെല്ലോ ടേപ്പോ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് റെഡിയായി. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.